ഒരു ക്യാമ്പസിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഉച്ചയൊക്കെ അടുത്ത് ഞാനിങ്ങനെ എന്തോ ഇത് കൊണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്തോട്ട് കയറി വന്നു. അവൾ ഭയങ്കര ഇങ്ങനെ സങ്കടം കൊണ്ടിങ്ങനെ ഭയങ്കര വിങ്ങി പൊട്ടിയിട്ട് വന്നിട്ടെന്ന് പറഞ്ഞു, മാമേ ഇങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡാണ്. അപ്പോൾ അവളുടെ കൂട്ടുകാരിയുടെ അമ്മ ആ കൂട്ടുകാരിയുടെ അടുത്ത് പറഞ്ഞത്രേ ആ കുട്ടിയായിട്ട് അധികം കണക്ഷനൊന്നും വേണ്ട. അപ്പോൾ അത് അവളോട് പറഞ്ഞത് അവളുടെ ടീച്ചറാണ്. എന്തോ ഒരു ട്രോമയാണെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ കുറേ നേരം ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പതുക്കെ ഞാൻ കയ്യിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, മാം ഡിവോഴ്സ്ഡാണ്, ഞാൻ ഡിവോഴ്സ്ഡാണ്, എൻ്റെ മകളും ക്യാമ്പസിലുണ്ട്. അപ്പം നീ പറയുന്നത് ആരെക്കാളും എനിക്ക് മനസ്സിലാവും. കാരണം അച്ഛനമ്മമാരുടെ ഡിവോഴ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ ലൈഫിനെ ബാധിക്കേണ്ട കാര്യമേ അല്ല. അവരത് ഓവർകം ചെയ്യും. പക്ഷെ അവർ ഓവർകം ചെയ്യാതിരിക്കാൻ യാതൊരു ബന്ധമില്ലാത്തവർ ശ്രമിക്കും. ഞാൻ എൻ്റെ ആ കുട്ടിയെടുത്ത് പറഞ്ഞു, മിസ്സിന് ഈ ക്യാമ്പസിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടുമല്ല, പ്രധാനപ്പെട്ട ഒരാളുമായിട്ട്, ഈ ക്യാമ്പസിലെ പ്രധാനപ്പെട്ട ഒരാളുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നൊരു ബന്ധം ഞാൻ എൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്തില്ല എന്ന ഒറ്റ പേരിൽ അവിടെ നിൽക്കുകയാണ്. അവരുടെ ഈഗോ അത് പൊറുക്കാൻ തയ്യാറായില്ല. ഞാൻ ഒരു കേസിൽ ഞാൻ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തു എന്നുള്ളത് അവർ പൊറുക്കാൻ തയ്യാറായില്ല. ഞാൻ പലപ്പോഴും നടന്ന് പറഞ്ഞു, മാം ഇതെൻ്റെ എത്തിക്സ് ആണ്, ഇത് എൻ്റെ വ്യക്തിപരമായ എത്തിക്സ് അല്ല, ഇതൊരു കൗൺസിലറുടെ എത്തിക്സ് ആണ്, ഞാനിത് പാലിക്കാൻ ബാധ്യസ്ഥയാണ്. ഇങ്ങനെ നിർത്തുക ചെയ്തത് തന്നെ. അത് ഞാൻ മാമെന്ന് വിളിക്കുമ്പോഴും അവരെന്നെ സംബോധന ചെയ്തത് കൗൺസിലറിനോ സൈക്കോളജിസ്റ്റിനോ അലേനോ ഒന്നുമല്ല, അവൾ ഇവൾ എന്ന് വെച്ചിട്ടാണ്. അവരെല്ലാവരാലും ആരാധിക്കപ്പെടുന്നൊരു സ്ത്രീയും വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീയുമാണ് സമൂഹത്തിൽ. എനിക്ക് അവരുമായിട്ട് എതിരിടാൻ പറ്റത്തില്ല. എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. എനിക്ക് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോകാം, പക്ഷെ അടിപൊളി മാനേജ്മെൻറ്റാണ്, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവരെ പിണക്കാതെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഒരുപാട് വർക്ക് സ്പേസ് ഹരാസ്മെൻറ്റ് തന്നെ നേരിട്ടു. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഈ മാഡം എനിക്കെതിരെ എടുത്തിട്ട ഏറ്റവും പ്രധാനമായ ആയുധം എന്ന് പറയുന്നത് ഞാൻ ഡിവോഴ്സിയാണ്, എനിക്ക് കൗൺസിലിംഗ് രംഗത്ത് നിൽക്കാൻ യോഗ്യതയില്ല എന്നുള്ളതാണ്. അവരങ്ങനെ പറയുന്നത് പബ്ലിക്കായിട്ടല്ല, അതിനകത്ത് നിന്നാണ്. കാരണം പബ്ലിക്കായിട്ട് അവരൊരിക്കലും അത് പറയത്തില്ല. എല്ലാവരുടെയും ആരാധ്യയായ ഒരു സ്ത്രീ വ്യക്തമാണ്. അകത്ത് നിന്നാണ് പറയുന്നത്. അത് ആരോടാണ് പറയുന്നത്? കുട്ടികളോടാണ് പറയുന്നത്, പ്രത്യേകിച്ചും ആൺകുട്ടികളോട്. പെൺകുട്ടികളോടുമല്ല. പെൺകുട്ടികളോട് പോയി ഇരിക്കുക, അതോടുകൂടി കുടുംബം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് മനസ്സിലാക്കി തരും. ആൺകുട്ടികളോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയുമല്ല. ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ 100 കഷ്ണമായിട്ട് ചിതറിപ്പോയി. എൻ്റെ മനസ്സ് 100 കഷ്ണമായിട്ട് ചിതറിപ്പോയി. പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ ഞാൻ വിട്ട് കളയില്ല എൻ്റെ പ്രൊഫഷണൽ ലൈഫ്. അപ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്നതെന്ന് വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം, സ്റ്റെപ്പായിട്ട് പറയാം. പറഞ്ഞേ പറ്റൂ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും ശുദ്ധികലശം ചെയ്യാൻ പറ്റും. ഞാനെന്ന കൗൺസിലർ സമൂഹത്തിൽ നിൽക്കുമ്പോൾ വിവാഹമോചിത ആയതിനു ശേഷം ഞാൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഫേസ് ചെയ്യും. പക്ഷെ കുഞ്ഞുങ്ങൾ, വിവാഹമോചിതരായ ദമ്പതികളുടെ കുഞ്ഞുങ്ങൾ, അവരെന്തിനാണ് അത് ഫേസ് ചെയ്യേണ്ടത്? അപ്പോൾ ആ കുഞ്ഞിനെ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ മുറുക്കെ പിടിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ അവൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി തന്നെയായിരുന്നു.